ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇവിടെ നല്ല മഴയും കറണ്ടൊന്നുമില്ല, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത, എന്തൊക്കെയോ പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ചെയ്യണം ഓണത്തിന് എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ഇപ്പം മഴയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ലൈറ്റിൻ്റെ വല്ലാത്ത പ്രശ്നമായിരുന്നു കേട്ടോ. കറണ്ട് എപ്പോഴും ഇല്ല, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും. പിന്നെ 2 ദിവസം ഉണ്ടായിരുന്നേ ഇല്ല കറണ്ട്. അപ്പം എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ചാർജ് ഉണ്ടെങ്കിൽ തന്നെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് അധികം വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ടത്. പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി. ഇത് എഡിറ്റ് ചെയ്തെടുക്കാനാണ് കുറച്ച് വൈകിപ്പോയത്. അപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പം ഞാനിതാ ഒന്ന് ബാൽക്കണിയൊക്കെ കഴുകിയിട്ടുണ്ട്. മഴയൊക്കെ കുറച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ബാൽക്കണിയൊക്കെ വെള്ളമൊഴിച്ച് നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട്, അവിടെ ഈ മഴ വരുന്ന സമയത്ത് മുകളിൽ നിന്നെങ്ങാനും ഇങ്ങനെ പൊടിയൊക്കെ വന്ന് വീഴും, മണ്ണൊക്കെ. അപ്പോൾ എപ്പോഴും കഴുകാണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല മഴ വന്നാൽ. അങ്ങനെ വെള്ളം ഒഴിച്ച് നല്ല വൃത്തിക്കൊന്ന് കഴുകി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അലക്കിയ തുണിയൊക്കെ ഒന്ന് മെഷീനിലിട്ടിട്ട് പീഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടാണ് പെട്ടെന്ന്. ഇനി വെയിലൊക്കെ വരാറായി ഇവിടെ. ചിലപ്പോൾ വരുമായിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ മഴയായിരിക്കും. അങ്ങനെ ഒത്തിരി ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആറിയിട്ടിട്ട് നേരെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് ഒത്തിരി പണിയുണ്ട്. ഉള്ളിലത്തെ പണിയൊന്നും ആയിട്ടില്ല കേട്ടോ. അകത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ്. ആദ്യം തന്നെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് ശരിയാക്കാം. ആദ്യം പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. ഇന്ന് മടക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതേപോലെ ആവും. എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മടക്കി വെക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഭംഗിയോടെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ടി വിയിൽ നല്ല പാട്ടും ഡാൻസും കേട്ടോ. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സാണെങ്കിൽ ഒരു ഡാൻസ് കളിക്കണം എന്നൊക്കെ തോന്നിയതാണ്. അങ്ങനെ 2-3 സ്റ്റെപ്പൊക്കെ വെച്ചു. അവിടുന്ന് തന്നെ പൂജ ഇത് കണ്ടിട്ട് ഓടിപ്പോയി കേട്ടോ. അവൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ക്യാമറ ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവളത് കണ്ടപ്പോൾ തിരിച്ചോടിപ്പോയി. പിന്നെ അത് നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ നേരെ വിരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കബോർഡിൻ്റെ ഈ ഒരടപ്പ് ഇളകിപ്പോയി കേട്ടോ. അത് പെട്ടെന്ന് ഇളകിയിട്ട് വീണതാണ്. അവിടെ ആരും ഇല്ലാത്തത് ഭാഗ്യമായി. ഇനിയിപ്പോൾ അത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവർ വരുമായിരിക്കും. എപ്പോൾ വരുമെന്നൊന്നും എനിക്കറിയില്ല. അത് പെട്ടെന്ന് ഇങ്ങനെ വീണുപോയി. മിന്നൂട്ടിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ മുകളിലായതുകൊണ്ട് പ്രശ്നമില്ലാണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയില്ലേ. അല്ല മിന്നൂട്ട് പറ, അയ്യോ അമ്മ ഇതെൻ്റെ മേത്ത് വീണേനേന്നൊക്കെ പറയും. ഇതൊക്കെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ ഈ കബോർഡൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കാമെന്ന്. സെറ്റാക്കി വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. എന്നാലും ഒരു സമാധാനം, എല്ലാം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു അടപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു സുഖമില്ല. ഇനിയിപ്പോൾ അടപ്പ് ശരിയാക്കാൻ വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. കാരണം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്താൽ അങ്ങനെ പെട്ടെന്നൊന്നും അവർ വരത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. അതൊക്കെ ഏകദേശം എൻ്റെ മേക്കപ്പിൻ്റെ കവറും ബാഗും എൻ്റെയാണ് അധികം ഉള്ളത്. അതാ മുന്നോട്ട് ഒരു സെൽഫി സ്റ്റിക്ക് എടുത്ത് നടക്കുന്നുണ്ട്. അത് സുനുവാട്ടൻ്റെ സെൽഫി സ്റ്റിക്കാട്ടോ. ഇങ്ങനെ മൊബൈൽ എന്തെങ്കിലും നോക്കണ സമയത്ത് അതിൽ വെച്ചിട്ട് നോക്കാറുണ്ട്. അധികം സമയം കൈ പിടിച്ച് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. എനിക്കങ്ങനെ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം എൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ അത്ര പോരാട്ടോ. എൻ്റെ സെൽഫി സ്റ്റിക്കാണെങ്കിൽ നമുക്ക് എവിടേക്കും തിരിച്ചിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇതാണെങ്കിൽ അത്രയും കംഫർട്ടല്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം മുന്നോട്ട് എടുത്ത് വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയാണത്. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി സെറ്റാക്കി, അതുപോലെ തന്നെ കബോർഡ് സെറ്റാക്കിയിട്ട് വന്നിട്ട് അവിടെ ഒന്ന് അടിച്ചിട്ട് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പോയത് കിച്ചണിലേക്കാണ്. കിച്ചണിലാണെങ്കിൽ നിറയെ പാത്രമുണ്ട്. അത് നമുക്ക് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം. പാത്രം കഴുകി വെച്ചാൽ തന്നെ പകുതി സമാധാനമായ പോലെയൊക്കെ ഒരുപാട് പാത്രമുണ്ട്. പിന്നെ എൻ്റെ കിച്ചണിൽ കൂടി വെള്ളം വരുന്നത് വളരെ കുറവാണ്. അതിൽ വെള്ളം ടാങ്കിൽ തീരണ സമയത്ത് ഏറെ കുടുങ്ങുന്നതാണ്. അതാണ് ഇതിലെ കൂടി വെള്ളം വരാൻ ഭയങ്കര പാട്. കുറച്ചേ വെള്ളം വരുന്നുള്ളൂ. അതുകൊണ്ട് കഴുകിയെടുക്കാൻ ഇത്തിരി പാടാണ്. വെള്ളം ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ. ഒത്തിരി വെള്ളം വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വെള്ളം തീരും. കുറച്ച് വെള്ളം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം മാത്രമേ തീരത്തുള്ളൂ. ഞാനാണെങ്കിൽ ഇത് കഴുകാൻ തുടങ്ങിയ പിന്നെ
ഓൺ ചെയ്ത പൈപ്പ് പിന്നെ ഓഫ് ചെയ്യില്ല, ഇത് ആവുന്നത് വരെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒത്തിരി വെള്ളം നമുക്ക് നഷ്ടമാവും. പിന്നെ ഒന്നാമത് ഈ പൈപ്പ് ശരിയാവുന്നില്ല കേട്ടോ, വെള്ളം എങ്ങോട്ട് തിരിച്ചാലും ഇത് കുറച്ച് വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിനും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എപ്പോൾ വരുന്നൊന്നും അറിയില്ല. അപ്പം നമ്മുടെ വേസ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിലേക്ക് കവറൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് വേറെ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നാകെ മിക്സാക്കി ഇടാൻ തുടങ്ങും വേസ്റ്റൊക്കെ. അത് പിന്നെ എനിക്ക് പാടാണ്. ഞാനാണ് ഇത് പിന്നെ തിരിഞ്ഞെടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ സെപ്പറേറ്റായി തന്നെ കവർ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് തന്നെ ഇടുമല്ലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മളെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ കിച്ചണിലെ പാത്രമൊക്കെ കഴുകിയിട്ടായി. പിന്നെ ഇത് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കൊടുക്കാൻ നല്ല വൃത്തിക്ക്. പിന്നെ തട്ടും തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ കൂറേൻ്റെ മരുന്ന്, ഞാനല്ല കേട്ടോ, ഹസ്ബൻഡ് കൂറേൻ്റെ മരുന്ന് ഇവിടെയൊക്കെ ഉരച്ചിട്ടുണ്ടായിരുന്നു. കോക്രോച്ച് ചെറുതായിട്ട് എവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ കോക്രോച്ച്. നമുക്ക് കാണാൻ പറ്റാത്ത എവിടെയൊക്കെയോ കോക്രോച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യമായിട്ട്, ഈ കോക്രോച്ചിൻ്റെ മരുന്നിട്ട ശേഷം ഉറുമ്പൊക്കെ രാവിലെയൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു. ആ ചെറിയ ഉറുമ്പില്ല, നെയ്യുറുമ്പ്, അത് ഒത്തിരി ഇങ്ങനെ വരാറുണ്ട് എവിടെയെങ്കിലും. ഞാൻ നിങ്ങളോട് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒത്തിരി വരാറുണ്ട്. ആ ഉറുമ്പൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ, അപ്പോൾ അതിന് ശേഷം ഉറുമ്പൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല മരുന്നാണ് ആ കൂറേൻ്റെ മരുന്ന്. ഈ ഉറുമ്പ് വരുന്നതിന് ഇട്ട് കൊടുത്താൽ സൂപ്പറായിട്ട് ഉറുമ്പൊക്കെ പോകാൻ കേട്ടോ. ഡെറ്റോൾ ഇട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, അന്ന് 2 ദിവസം മാത്രമേ നിന്നുള്ളൂ. പക്ഷേ ഇതിട്ടിട്ട് ഇത്രയും ദിവസം ഒരു ഉറുമ്പും വന്നില്ല. ഭയങ്കര പേടിയാന്ന് തോന്നുന്നു ഇതിനെ. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോർത്ത് വൃത്തിയാക്കിയിട്ട് അടിച്ചും കൊടുത്തു കേട്ടോ. ജസ്റ്റ് നല്ല വൃത്തിയാക്കി. ഇനി നമ്മൾ നേരെ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പാത്രമൊക്കെ എടുത്തിട്ട് ഇത് ഹാളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചോറാട്ടോ. എൻ്റെ ചോറും കറിയൊക്കെ ആയി. രാവിലെ ഒരു സ്ഥലത്ത് പോകണം എന്ന് വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ഞാൻ പെട്ടെന്ന് ആക്കിയത്. അപ്പോഴത്തേക്കും അത് ക്യാൻസലായിപ്പോയി. അതുകൊണ്ട് പിന്നെ അവിടെ പോവണ്ടല്ലോ. അപ്പം നമ്മുടെ പണി അതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ മിന്നൂട്ടിയും പിന്നെ മിന്നൂട്ടിയുടെ ഫ്രണ്ടൊക്കെ കളിക്കാൻ കയറിയിട്ടുണ്ട്. എല്ലാവരും കൂടി കളിക്ക് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് പോടി ഇങ്ങോട്ട് പോടി എന്ന് പറയുന്നല്ലാണ്ട് പറഞ്ഞാലൊന്നും കേൾക്കൂല ഇവർ. അതുകൊണ്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്ന് ഇവിടെ കിടന്നിട്ട്. ഞാൻ തുണിയൊക്കെ ഇട്ടിട്ട് പണിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് മഴ വന്നു കേട്ടോ. അതുകൊണ്ട് തുണിയെല്ലാം ബാൽക്കണിയിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ആദ്യം മെഷീനിൽ തന്നെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെന്ത് ചെയ്യാനാ, മഴ വന്നാൽ പിന്നെ ഇവിടെ ഉള്ളിലിടാനൊന്നും സ്ഥലവുമില്ല. അതുകൊണ്ട് എല്ലാം എടുത്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രാത്രി നമ്മൾ കറണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഫാൻ ഇട്ടിട്ട് ഈ ചെയറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇടും. ഞാൻ എപ്പോഴും ഉള്ളിൽ അയക്കോല് കെട്ടണം എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ അത്ര സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അയക്കോലൊന്നും ഇവിടെ അകത്ത് കെട്ടാത്തത്. ഈ ചെറിയൊരു അയക്കോല് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൽ തന്നെ എപ്പോഴും തുണിയിട്ടുകൊണ്ടിരിക്കും. അത് നമ്മൾക്ക് വിരിച്ചിടാനൊന്നും പറ്റത്തില്ല. നല്ല ഇങ്ങനെ മാറ്റിയിടുന്ന തുണി മാത്രമേ അതിനകത്തോട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ റൂമിൽ പൊടിയൊക്കെ തട്ടിയിട്ട് എല്ലാം അടിച്ച് വാരി കേട്ടോ. ഇപ്പം നമ്മുടെ അടിക്കൽ എല്ലാ റൂമിലെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് തുടച്ചു കൊടുക്കാം. മിന്നൂട്ടിയാണെങ്കിൽ എന്തോ പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവിടെ കിടന്ന് കരയാണ്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്നേരം ഇപ്പം എനിക്ക് അത് മറന്നുപോയി എന്തിനാ അവൾ കരയണേന്ന്. വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായതുകൊണ്ട് അവൾ എന്തിനാ കരയുന്നതെന്നുള്ള കാര്യം എനിക്ക് വിട്ടുപോയി. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പെട്ടെന്നൊന്ന് കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവളെ സമാധാനിപ്പിച്ചിട്ട് നേരെ ഇപ്പുറത്തെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അതവിടെ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനവിടെ നിൽക്കുമ്പോൾ മുന്നോട്ട് എന്നെ ഉന്തിട്ടോ. എനിക്ക് കാണുന്നില്ല, മാറ്. അവൾ നേരെ കൊച്ചു ടി വിയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂജക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് പൂജയും അവിടെ ഇരുന്നിട്ട് അവൾ കൂടെ കൊച്ചു ടി വി കാണുന്നുണ്ട്. വേറെ ഒന്നും അവൾ വെക്കാൻ നമിക്കില്ല കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ അവൾ 24 മണിക്കൂറും കൊച്ചു ടി വി നോക്കിക്കൊണ്ടിരിക്കും. അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അത് മലയാളവും അല്ല, ഹിന്ദി മാത്രമേ അവൾ നോക്കത്തുള്ളൂ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഇരുന്ന് അവളെ കൂടി ഇരുന്ന് നോക്കണം, വേറെ ഒന്നും. അതുകൊണ്ട് ഞാൻ അധികം ടി വി നോക്കാറേ ഇല്ല, എനിക്കിഷ്ടമല്ല അത്. അതുകൊണ്ട് ഞാൻ അധികം നോക്കാറില്ല. പിന്നെ നമ്മൾ ടി വി നോക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ലാപ്ടോപ്പോ മൊബൈലോ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനത്തെ ഒക്കെ ശീലമാണ് അവൾക്ക്. വെറും മോശമായിട്ടുള്ള ഓരോ ശീലങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ആൾ. ഭയങ്കര വാശിയാണത് കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ അവിടെയൊക്കെ തുടച്ചതിൻ്റെ നേരെ കിച്ചണിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചണും ഒന്ന് തുടക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. വലിയ ചളിയൊന്നുമില്ല. പിന്നെ എനിക്ക് എപ്പോഴും തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തുടച്ചിട്ട് ഇവരുണ്ടാകുമ്പോൾ ഈ തുടച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഇവിടെ ഇറങ്ങി ചവിട്ടി ആ മണ്ണ് പെട്ടെന്ന് മണ്ണാവും തുടച്ചു കൊടുത്താൽ. ഇല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കുന്ന പോലെ തോന്നും എനിക്ക്. തുടച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവിടുത്തെ ചളി ഇവിടുത്തെ ചളിയൊക്കെ ചവിട്ടി എന്തായാലും പൊടിയോ മണ്ണോ എന്തെങ്കിലും ആവാണ്ടിരിക്കൂല. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും